ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകൾ മാത്രമാണ്. അതുകൊണ്ട് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മിഡ്ഫീൽഡ് റോളിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കൽപ്പുള്ള ഒരു താരമായിരുന്നു ജിക്സൺ സിംഗ് തനോജം. താരത്തിന് പരിക്ക് പറ്റിയതിനെ തുടർന്ന് കൊണ്ട് താരം കുറച്ചുകാലം റെസ്റ്റിലായിരുന്നു. പക്ഷേ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ ജിക്സൺ സിംഗ് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയെ അടക്കി ഭരിക്കാൻ വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മധ്യനിരയിലെ സൂപ്പർ താരമായിരുന്ന ജിക്സൺ സിംഗ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ തിരിച്ചെത്തിയെന്നും കൂടാതെ തന്നെ താരം സ്ക്വാഡിനോടൊപ്പം ഇതിനോടകം തന്നെ പരിശീലനം ആരംഭിച്ചു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വാർത്തയെല്ലാം തന്നെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FC തന്നെയാണ്. ഇത് കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിലവിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി വരാൻ പോകുന്ന കലിംഗ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സ്ക്വാഡിൽ ജിക്സൺ സിംഗും ഉണ്ടാവുമെന്നാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായ ജിക്സൺ സിംഗ് തിരിച്ചു വരികയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലെ കെട്ടുറപ്പ് ശക്തമാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മിഡ്ഫീൽഡർമാരിൽ മജീഷ്യൻ ലൂണ മാത്രമാണ് തിരിച്ചു വരാൻ ബാക്കിയുള്ളത്. ലൂണോയ്ക്ക് ബാക്കി പരിക്ക് പറ്റിയ താരങ്ങൾ ഓരോരുത്തരായിക്കൊണ്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അടുത്തൊരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിനെ കുറിച്ചാണ്. നമുക്കറിയാം, എവിടെയും എത്താൻ സാധിക്കാതെ പോയ കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ഈ ഒരു ക്ലബ് ഇപ്പോൾ ഈ ഒരു 10ാം സീസണിൽ ടേബിൾ ടോപ്പറായി തുടരുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം പരിശീലകൻ ഇവാൻ ആണ് എന്നുള്ളത്. നാളിതുവരെ ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് FC പരിശീലകന്മാർക്ക് മറികടക്കാൻ കഴിയാത്ത ഒരുപാട് റെക്കോർഡുകൾ ഇതിനോടകം തന്നെ നിലവിലെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് മറികടന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മത്സരത്തിൽ പരിശീലകനായി നിന്നതിനുള്ള റെക്കോർഡ്, കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ ഏറ്റവും കൂടുതൽ മത്സരം വിജയിപ്പിച്ചതിനുള്ള റെക്കോർഡ്, കൂടാതെ തുടർച്ചയായ ഏറ്റവും കൂടുതൽ വിജയം സ്വന്തമാക്കിയതിന്റെ റെക്കോർഡ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് റെക്കോർഡുകൾ ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് തന്റെ പേരിൽ എഴുതി ചേർത്തിട്ടുണ്ട്. നിലവിൽ ഇവാൻ ആശാൻ സ്വന്തമാക്കാനായി അവശേഷിക്കുന്ന ഒരു റെക്കോർഡ് എന്നത് കലിംഗ സൂപ്പർ കപ്പ് മാത്രമാണ്. സൂപ്പർ കപ്പ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഷിങ്ലോൺ ലജോഗുമായിട്ടാണ്, രണ്ടാമത്തെ മത്സരം ജംഷഡ്പൂർ FCയുമായിട്ട്, മൂന്നാമത്തെ മത്സരം ISLലെ ക്ലബായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടാണ്. ഈ ഒരു കലിംഗ സൂപ്പർ കപ്പ് മത്സരത്തിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് FC വിജയിക്കുകയാണെങ്കിൽ ആശാൻ ചരിത്രം തന്നെ തിരുത്തി എഴുതുമെന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും കലിംഗ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് കിരീടം ചൂടാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് കടക്കാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരമായ ഷിങ്ലോൺ ലജോഗിനെതിരെ ഇറങ്ങാൻ പോകുന്ന പോസിബിൾ ലൈനപ്പ് ആണ്. നിലവിൽ ആശാൻ പറഞ്ഞത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മുഴുവൻ സ്ക്വാഡും ഈ ഒരു മത്സരത്തിന് ഉണ്ടാവുന്നതാണ്. കൂടാതെ ഈ ഒരു സൂപ്പർ കപ്പ് മത്സരത്തിലെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സിലെ എല്ലാ ബെഞ്ചിലിരിക്കുന്ന താരങ്ങൾക്കും അവസരം ലഭിക്കുമെന്നുള്ളതും ഉറപ്പാണ്. ഇനി ലൈനപ്പിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ സാധാരണ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗോൾ വല കാക്കാൻ വേണ്ടി മലയാളി ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് ഉണ്ടാവും. പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ മിലോസ് ഗ്രിൻസിച്ച്, ഓർമിപ്പാം റുവ, പ്രബീർ ദാസ്, സന്ദീപ് സിംഗ് എന്നിവരും അണിനിരക്കും. സെന്റർ ബാക്കുകളായിക്കൊണ്ട് മിലോസ് ഗ്രിൻസിച്ചും ഓർമിപ്പാം റുവയും കളിക്കുമ്പോൾ റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് പ്രബീർ ദാസും ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് സന്ദീപ് സിംഗും കളിക്കാനാണ് സാധ്യത. ഇനി മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഡാനിഷ് ഫാറൂഖ്, മുഹമ്മദ് അസർ, ഡൈസുകെ സക്കായി, മുഹമ്മദ് ഐമൻ എന്നിവരും അണിനിരക്കും. ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ മുഹമ്മദ് അസറും ഡാനിഷ് ഫാറൂഖും കളിക്കുമ്പോൾ രണ്ട് വിംഗ് ഫോർവേഡുകളിലായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ജാപ്പനീസ് താരമായ ഡൈസുകെ സക്കായിയും കൂടാതെ മലയാളി താരമായ ഐമനും കളിക്കാനാണ് സാധ്യത. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡാമൻഡക്കോസും കൂടാതെ തന്നെ വിദ്യാസാഗർ സിംഗുമാണ് കളിക്കാൻ സാധ്യത കാണുന്നത്. ഏതായാലും ഈ ഒരു ലൈനപ്പിനെ കുറിച്ചും കൂടാതെ തന്നെ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു ലൈനപ്പും കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മത്സരത്തിലെ സ്കോറും നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനാവുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു 10ാം സീസണിലേക്ക് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ഐവൻ ബാ ഡോഗ്ലിങ്ങിനെ കുറിച്ചാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ ഒരു 10ാം സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് FC ഏറെ പ്രതീക്ഷയോടെ FC ഗോവയിൽ നിന്നും സൈൻ ചെയ്ത ഒരു താരമായിരുന്നു ഐവൻ ബാ ഡോഗ്ലിംഗ്.
താരം ഈ സീസണിന്റെ തുടക്കത്തിൽ തന്നെ പരിക്ക് പറ്റി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും തന്നെ ഒരു ചെറിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് താരം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് തിരികെ എത്തുകയാണ്. നിലവിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം സ്ട്രെങ്തിങ് വർക്കുകളെല്ലാം തന്നെ ഐബൻ ബാർഡോഗ്ലിംഗ് ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 27 വയസ്സുകാരനായ ഐബൻ ബാർഡോഗ്ലിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് വേണ്ടി ഇനി എന്ന് കളിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ബാക്ക് വിങ്ങിൽ മികച്ച പ്രകടനം തന്നെ നടത്താൻ കൽപ്പുള്ള ഈ ഒരു താരം ഇതുവരെ 3 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. അപ്പോഴേക്കും ലിഗമെന്റ് ഇഞ്ചുറി ബാധിച്ച താരത്തിന് മാസങ്ങളോളം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ റീഹാബ് സ്റ്റേജിലുള്ള താരം കളിക്കളത്തിലേക്ക് എന്ന് തിരികെ എത്തുമെന്ന് ഉറപ്പായിട്ടില്ല. ഡോഗ്ലിംഗ് ഉടൻ തന്നെ വ്യക്തിഗതമായ പരിശീലനവും ടീമിനോടൊപ്പമുള്ള പരിശീലനവും ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.